നിങ്ങളുടെ കുട്ടി ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ള ആളാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ടൈപ്പ് 1 ഡയബറ്റിസിന് ഏറ്റവും അത്യാവശ്യം ഇൻസുലിൻ ചികിത്സയാണ്. അത് നിങ്ങളുടെ ഡോക്ടർ എന്തായാലും പ്രിസ്ക്രൈബ് ചെയ്യും. ഇൻസുലിൻ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചികിത്സാ രീതിയുടെ, അതായത് ടൈപ്പ് 1 ഡയബറ്റിസിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം. ഇൻസുലിൻ മിസ് ചെയ്ത എന്താണ് പ്രശ്നം? ഇൻസുലിൻ മിസ് ചെയ്യുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഡയബറ്റിസ് കീറ്റോ അസിഡോസിസ് എന്നുള്ള അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യാം. അത് വളരെ മാരകമായിട്ടുള്ള പ്രശ്നമാണ്. ഏത് അവസ്ഥയിലും, അതായത് ഈവൻ ഒരു അസുഖം വരുന്ന അവസ്ഥയിൽ കൂടി ഇൻസുലിൻ എപ്പോഴും അതിൻ്റെ പ്രോപ്പർ ഡോസിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ അളവിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോസ് മാത്രം കുറയ്ക്കുക. ഒരിക്കലും അത് മിസ് ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമത്, പ്രോപ്പർ മീൽസ് ടൈമിംഗ്. അതായത് ഒരു കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ കൂടി 3 നേരം ഒരു മെയിൻ മീൽസും ഇടനേരങ്ങളിൽ സ്നാക്സും കൊടുത്തു വിടാൻ ശ്രദ്ധിക്കുക. അത് വളരെ നിർബന്ധമാണ്. കാരണം ഇൻസുലിൻ എടുത്തതിന് ശേഷം അഥവാ കുട്ടി ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള അവസ്ഥയിലേക്ക് നീണ്ടേക്കാം. ഇനി ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിസിൻ്റെ ഇൻസുലിൻ എടുക്കുന്ന വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോകുന്ന ആ ഒരു പ്രായമാണെങ്കിൽ ടീച്ചേഴ്സും പാരൻസും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്നുണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് നമ്മൾക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷുഗർ ക്യാൻഡിയോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഷുഗർ കൂട്ടുന്ന തരത്തിലുള്ള സ്നാക്കോ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏറ്റവും അവസാനം, ഈ ഒരു ഇൻസുലിൻ്റെ അളവ് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ, അഥവാ സ്പോർട്സിലോ മറ്റു കാര്യങ്ങളിലോ നിങ്ങളുടെ കുട്ടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വന്നേക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിസിൻ്റെ കൺട്രോൾ വളരെയധികം സ്വാഭാവികമായിട്ടും സുഗമമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡയബറ്റിസിൽ ഇൻസുലിൻ എടുക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഇൻസുലിൻ എടുക്കേണ്ടത്, എത്ര സമയം കൂടുമ്പോഴാണ് ഇൻസുലിൻ എടുക്കുക, അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഇൻസുലിൻ ഉണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇൻസുലിൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിസിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റിസിൽ സാധാരണ ഹീമോഗ്ലോബിൻ A1C മോർ ദാൻ 9 വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺകറൻറ്റ് ഇൽനെസ്, ഉദാഹരണത്തിന് ചില കണ്ടീഷൻസ്, പ്രഗ്നൻസിയോ അല്ലെങ്കിൽ വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങളോ ഇൻഫെക്ഷനോ സ്ട്രെസ്സോ ഒരുപാട് അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ് സാധാരണ നമ്മൾ ഇൻസുലിൻ എടുക്കാറുള്ളത്. ഇനി ഇൻസുലിൻ തന്നെ 3 വിധത്തിലാണുള്ളത്. ഒന്ന്, നിങ്ങൾ 30-70 എന്നൊക്കെ പറയുന്ന പ്രീമിക്സ് ഇൻസുലിൻ എന്ന് പറയും. വളരെ കോമൺ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രീമിക്സ് ഇൻസുലിനാണ്. അതിൽ 30% പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഇൻസുലിനും 70% ലോങ്ങർ ആക്ടിങ് ഇൻസുലിനും ആയതുകൊണ്ട് തന്നെ സാധാരണ 2 നേരമാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറ്. അപ്പോൾ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ്, പല ഇൻസുലിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് അരമണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ തൊട്ട് മുന്നോ എടുക്കുന്ന ഇൻസുലിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് പ്രീമിക്സ് ഇൻസുലിൻ. ഇനി ബോളസ് ഇൻസുലിൻ എന്ന് പറയുന്നത്, അതായത് അത് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആയിരിക്കും. മെയിൻലി 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റിൻ്റെ അനുസരിച്ച് പല ഡോസുകളിൽ നമ്മൾ ജസ്റ്റ് ബിഫോർ മീൽസാണ് യൂഷ്വലി ഈ ഇൻസുലിൻ കൊടുക്കുക. 3 നേരവും സാധാരണ ബോളസ് ഇൻസുലിൻ കൊടുക്കാറുണ്ട്. ഇനി ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്ന ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്. അത് ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഒരു ഇൻസുലിനെ 1 നേരം മാത്രമാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. സാധാരണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബേസൽ ഇൻസുലിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ബോളസ് ഇൻസുലിൻ ആഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബേസൽ ബോളസ് റെജിമൻ എന്ന് പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ അധികം ഇൻസുലിൻ എടുക്കാൻ, ഫ്രീക്വൻസിയിൽ എടുക്കാൻ സാധിക്കാത്ത ആൾക്കാർക്കായിട്ട് നമ്മൾ പ്രീമിക്സ് ഇൻസുലിൻ പ്രിഫർ ചെയ്യാറുണ്ട്. സാധാരണ ഇൻസുലിൻ എടുക്കുന്നത് ഭക്ഷണത്തിന് അരമണിക്കൂർ 15 മിനിറ്റ് മുമ്പാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക.